ഹലോ, ഇന്ന് നമ്മൾ നല്ല പഴുത്ത മാമ്പഴം വെച്ചിട്ട് അടിപൊളി ഒരു ഡ്രീം കേക്കാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. കുറച്ച് ഐറ്റംസ് കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയൊരു ഡ്രീം കേക്കാണ് ഇത്. അപ്പോൾ അതിന് വേണ്ടി നല്ല വലിയ പഴുത്ത മാങ്ങ നോക്കിയിട്ട് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. ഇവിടെ നമ്മൾ ആദ്യം തന്നെ കേക്കാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഒരു അരിപ്പയിലേക്ക് 1 കപ്പ് മൈദപ്പൊടിയും 1 സ്പൂൺ ബേക്കിംഗ് പൗഡറും 1 നുള്ള ബേക്കിംഗ് സോഡ ഇട്ടിട്ട് 3 പ്രാവശ്യം നന്നായിട്ട് അരിച്ച് മാറ്റി വയ്ക്കാം. മറ്റൊരു ബൗളിൽ 3 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് കുറച്ച് വാനില എസൻസും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് പൊടിച്ച് വെച്ച പഞ്ചസാരയാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ അത് കുറച്ചായിട്ട് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് നല്ല ക്രീമി പരുവത്തിൽ ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. 4 സ്പൂൺ ഓയിൽ കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ച മൈദപ്പൊടിയുടെ മിക്സ് കുറച്ചായിട്ട് ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ ആവുമ്പോൾ നമുക്കൊരു 3 സ്പൂൺ മിക്സിൽ അടിച്ചു വെച്ചിട്ടുള്ള മാമ്പഴം കൂടി ചേർത്ത് ഒരു കേക്ക് ടിന്നിൽ ബട്ടർ പേപ്പറൊക്കെ തേച്ചിട്ട് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ ഒരു ഇഡ്ഡലി പാത്രത്തിലാണ് കേട്ടോ കേക്ക് ബേക്ക് ചെയ്യുന്നത്. 45 മിനിറ്റ് കഴിയുമ്പോൾ കേക്ക് റെഡിയായി. നമ്മളിവിടെ 1/2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് ബീറ്റായി വരുമ്പോൾ ഒരു 2 സ്പൂൺ മാമ്പഴത്തിൻ്റെ പൾപ്പ് കൂടി ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് മെൽറ്റായിട്ട് വരുമ്പോൾ ഇതിലേക്കും നമുക്ക് മാമ്പഴത്തിൻ്റെ പൾപ്പ് 2 സ്പൂൺ കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. മറ്റൊരു ബൗളിലേക്ക് 3 സ്പൂൺ മാമ്പഴത്തിൻ്റെ പൾപ്പും ഒരു 3 സ്പൂൺ പാലും കൂടിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമ്മൾക്ക് ഡ്രീം കേക്ക് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ കേക്കിനെ നമ്മൾ പകുതിച്ചൊരു ടിന്നിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആദ്യം നമ്മൾ മാങ്ങയുടെ പൾപ്പും പാലും കൂടിയും ചേർത്ത മിക്സാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതെല്ലാം നന്നായിട്ട് സ്പ്രെഡായിട്ട് വരുമ്പോൾ ഇനി ഒരു സ്പൂൺ മാമ്പഴത്തിൻ്റെ പൾപ്പ് കൂടി ചേർത്ത് ഇതുപോലെ സ്പൂൺ വെച്ച് തേച്ച് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് ഇനി നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ച് വിപ്പിംഗ് ക്രീമും കൂടിയിട്ട് ഇതുപോലെ നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ആകുമ്പോൾ ഇനി നമ്മുടെ ചോക്ലേറ്റ് മാംഗോ മിക്സ് കൂടി ചേർക്കാം കേട്ടോ. ഇത്ര തന്നെ മതി കേട്ടോ. ഇപ്പം തന്നെ കേക്കിന് നല്ല രുചി കിട്ടും. എന്നാലും നമ്മൾ കുറച്ച് ബൂസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ലാസ്റ്റായിട്ട് മാങ്ങയുടെ പൾപ്പും പഞ്ചസാരയും കൂടി ചേർത്ത് ഇതുപോലെ ഒരു ജാം പരുവത്തിലാക്കിയിട്ട് ഡ്രീം കേക്കിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. മാംഗോ ഡ്രീം കേക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം കഴിച്ചു നോക്കാം. അപ്പോൾ കുറച്ച് ഐറ്റംസ് മാത്രം മതി, എന്നാലും നല്ല രുചിയാണ്. അപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കൂ.